ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറീസ്. അപ്പോൾ നമ്മുടെ മീറ്റ് ദ കാൻഡിഡേറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഉദയമാർത്താണ്ഡപുരത്തിലെ LDF സ്ഥാനാർത്ഥിയായ ശ്രീമതി ദേവികയാണ്. വെൽക്കം ടു ദ ഷോ. എൻ്റെ പേര് ദേവിക എന്നാണ്. ഞാൻ ഉദയമാർത്താണ്ഡപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. LP സ്കൂളിലെ ടീച്ചറാണ്, ഗ്രാജുവേറ്റ് ആണ്. ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ പാർട്ടിയുടെ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ്. ഇപ്പോഴത്തെ ഒരു നിലയെന്ന് പറയുന്നത് പാർട്ടിയിൽ LC അംഗമാണ്. ഇലക്ഷൻ പ്രചാരണവുമായിട്ട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂടും അതുമായിട്ടൊക്കെ എങ്ങനെയാണ്? കുടുംബജീവിതവും ഇതുമായിട്ടൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും സാധിക്കുന്നുണ്ട്. നമ്മൾ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. സംഘടനാപരമായിട്ട് ബാലവേദി മുതലേ ഞാൻ ഉണ്ട്. ASF, YF അങ്ങനെ സംഘടനയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് കുടുംബജീവിതമായിട്ട് വളരെ ബന്ധമാണ്. നമ്മളെ സംഘടനയും ജീവിതവും അടുക്കും ചിട്ടയോട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോ സ്ഥാനാർത്ഥി പത്രിക കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ഉള്ളിലുള്ള ഒരു വികാരം? വളരെയേറെ അഭിമാനമാണ് തോന്നുന്നത്. സന്തോഷത്തെക്കാൾ കൂടുതൽ അഭിമാനമാണ് തോന്നിയത്. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിന്റെ വളരെ അഭിമാനത്തോടായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഇലക്ഷന് നിൽക്കുന്ന വാർഡില് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം? ഉദയമാർത്താണ്ഡപുരം എന്ന് പറയുന്നത് ഒരു നീണ്ടു നിവർന്ന പ്രദേശമാണ്. ഇപ്പൊ കൂട്ടിച്ചേർത്ത ഭാഗവും കൂടി ഉണ്ട്, കൊടിമര ഭാഗവും കൂടി നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ ഉള്ള ഒരു വികസനം, LDFന്റെ വികസനം കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സമഗ്രമാണ്. ആ വികസനങ്ങളെല്ലാം തന്നെ നമ്മുടെ വാർഡിൽ ഇക്കാല കഴിഞ്ഞ സമയങ്ങളിൽ 5 വർഷത്തിനുള്ളിൽ ഏകദേശം എന്നല്ല എത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് വളരെ ബിസിനസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ അധികം താമസിക്കുന്ന സ്ഥലവും സാധാരണക്കാര്, വിദ്യാഭ്യാസ സമ്പന്നര്, അങ്ങനെ ഒരുവിധം നമുക്ക് പറയാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു അടുക്കും ചിട്ടയായിട്ട് പോകുന്ന ഒരു പ്രദേശമാണ് ഉദയമാർത്താണ്ഡപുരം. വീട്ടമ്മമാര് വരെ, സാധാരണ വീട്ടമ്മമാര് വരെയും ഓൺലൈൻ ബിസിനസ്സിനെ ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശവും കൂടിയാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ ഉന്നതി നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടേത്. താഴെ തട്ടിൽ നിന്ന് തുടങ്ങുന്ന ആ വിദ്യാഭ്യാസം അങ്ങ് ഉന്നതിയിൽ എത്തിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന പരിശ്രമങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ ഇപ്പോഴത്തുള്ള ഈ 5 വർഷക്കാല വികസനം, കൊല്ലം കോർപ്പറേഷൻ്റെതായ എല്ലാ വികസനവും നമ്മുടെ വാർഡിൽ എത്തിയിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LED ലൈറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ലൈറ്റ് എന്ന് പറയുന്നത്. തെരുവ് ലൈറ്റുകൾ ഇന്നും എത്താത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ സമ്പൂർണ്ണ LED ആണ്. സമ്പൂർണ്ണ LED എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, നമ്മൾ രാവിലെ മുതൽ 7 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. അപ്പൊ ആ സമയങ്ങളിലുള്ള ആ ഒരു വൈകുന്നേര സമയങ്ങളിൽ ആ അസമയം വരെയുള്ള ലൈറ്റുകൾ വളരെ പ്രകാശിച്ച് തന്നെ നിൽക്കുകയാണ്. അതൊരു സമ്പൂർണ്ണ വിജയം തന്നെയാണ് ഒന്നാമത്തെ കാര്യത്തിന്. പിന്നെ റോഡുകളുടെ കാര്യങ്ങളിൽ ഇന്റർലോക്ക്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. എല്ലാ വഴികളിലും ഇന്റർലോക്ക് ഉണ്ട്. ഇന്റർലോക്ക് ഇല്ലാത്ത ഒരു പ്രദേശവും ഇല്ല. ഞാൻ ചെന്ന നടവഴികളിലെല്ലാം തന്നെ ഇന്റർലോക്കുകൾ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും അവിടെ ഒഴിവാക്കിയിട്ടിട്ടില്ല. അതും നമ്മൾ ചെയ്തിട്ടാണ് പോയത്. അതുപോലെ തന്നെ നമുക്ക് റോഡിന്റെ വികസന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 2 റോഡ് പ്രശ്നമായി കിടക്കുന്ന 2 റോഡുകളാണ്. അത് പ്രശ്നമെന്ന് ഉദ്ദേശിക്കുന്നത് BMBC എന്നാണ് ആ റോഡിന്റെ പേര്. ആ റോഡ് എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മുടെ കൈവിരലിലുള്ള മൊബൈലിനകത്തൊന്ന് അടിച്ചു നോക്കാം. BMBC എന്താണെന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് അതിന്റെ വിശദമായ വിവരം കിട്ടും. ആ റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം വരെ നമുക്ക് വാറണ്ടി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി പണിയുക, അറ്റകുറ്റപ്പണികൾ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കോടിക്കണക്കിന് വില വരുന്ന വാഹനങ്ങൾ ഇറക്കുന്നതിനോടൊപ്പം സാധാരണക്കാര് വരെ നിരന്തരം പോകുന്ന ഒരു റോഡാണ്. അതുമല്ല, നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരാധനാലയത്തിന്റെ മുന്നിൽ കൂടെ ഉള്ള ഒരു റോഡാണ്. ആ റോഡിന്റെ ശോചനീയാവസ്ഥയെന്ന് പറഞ്ഞ് പലരും പലതും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് BMBC ചെയ്യുമ്പോൾ 1,05,00,000 രൂപയാണ് അത് ചെയ്യുന്നതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്.
അത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഒരു 10 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട്. അറ്റകുറ്റപ്പണികളും മറ്റു കാര്യങ്ങളും എല്ലാം ഈ റോഡിന്റെ കോൺട്രാക്ടർ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അങ്ങനെ വന്നാൽ അപ്പൊ അത്രയും നല്ലൊരു റോഡ് വേണമെന്ന് നമ്മുടെ മുൻ മേയറായ പ്രസന്ന എണസ്റ്റും കൗൺസിലറായ സജീവേട്ടന്റെയും വലിയ ഇടപെടലിന് ശേഷമാണ് ആ റോഡ് വരുന്നത്. നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം പുതുവർഷം എത്തുമ്പോഴത്തേക്കും നമ്മളെ റോഡ് എത്തും. റോഡിന്റെ പണി തുടങ്ങും. കാരണം 10-25 ദിവസത്തോളം റോഡ് അടച്ചിടേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് വരുമ്പോൾ നമ്മുടെ പള്ളിയിലേക്കുള്ള പല സ്ഥലത്തു നിന്നും ആരാധനാലയങ്ങളിലേക്ക് വരുന്നവരുണ്ട്. അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ സംബന്ധിച്ച് അവിടുത്തെ എന്താ പറയുക, തിരക്കുകൾ കൂടുമ്പോൾ റോഡ് അടച്ചിടുക എന്ന് പറയുന്നത് വളരെ അപ്രാപ്യമായ ഒരു കാര്യം. അത് സാധ്യമല്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കഴിഞ്ഞ് പുതുവർഷം എത്തുമ്പോഴേക്കും നമ്മളെ റോഡ് കറക്റ്റ് നിലയിലേക്ക് എത്തും. ഇതിനു മുന്നേ, അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുന്നേ എന്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത്? അല്ല, ടെൻഡർ എടുക്കാൻ ഈ 1 കോടി രൂപ 1,05 ലക്ഷം രൂപ ടെൻഡർ എടുക്കാൻ പറ്റിയ ഒരു സാധാരണ കോൺട്രാക്ട് ഇല്ല. 60 ലക്ഷം രൂപയോളം നമ്മളവിടെ കെട്ടിവെച്ചതിന് ശേഷം മാത്രമാണ് അതിന്റെ വർക്ക് തുടങ്ങുന്നത് തന്നെ. നമ്മളെ തീരദേശമായിട്ട് ബന്ധപ്പെട്ട് ടെട്രോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ആ കമ്പനി ഒരു തമിഴ് കമ്പനിയാണ്. അവരാണ് നമ്മുടെ റോഡ് BMC ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ 900 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യുന്നതിന്റെ ഒരു സാവകാശം, അത്രയും ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. അവര് മിനിറ്റുകൾക്കുള്ളിലോ അല്ലെ ഒരു 20 ദിവസങ്ങൾക്കുള്ളിൽ ചെയ്തു തീർക്കും. അത് നമുക്ക് ഏറ്റവും പ്രധാനമാണ്, പ്രയോജകമാണ്, അത്രയും വിലപ്പെട്ടതാണ്. അല്ലാതെ വന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിസ്സാരമായി ടാറിട്ട് പോവുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ റോഡ് അത്ര വൃത്തിയായിരിക്കണം, അത് നിലനിൽക്കണം, 100 വട്ടം അഴിച്ചുപണിയുടെ ആവശ്യമില്ല, സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇപ്പം ഞാൻ വാർഡുകൾ എടുത്ത് പറയുന്നില്ല, പോകുമ്പോൾ അവിടെ ഓൾറെഡി ടാർ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മഴ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും? ഇപ്പൊ മാഡം പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ അത് ചതുപ്പ് പ്രദേശവും ഈ എന്താ പറയാ വയൽ ഓരോ പ്രദേശങ്ങളായിരുന്നു. അവിടെ ഇപ്പൊ തിങ്ങി പാർക്കുന്ന വൻ കെട്ടിടങ്ങളും മറ്റു സമുച്ചയങ്ങളുമായി മാറിയപ്പോഴത്തേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് പോകുന്നതും ബുദ്ധിമുട്ടുകളായിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ റോഡ് കുറെ കൂടി മോശകരമായ രീതിയിൽ വരുന്നുണ്ട്. അത് മാറ്റിയെടുത്ത് അത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നല്ല, അത് മുന്നോട്ടാണ്. ഇപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടാണ്. ടാറിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എലക്ഷൻ ടൈമിൽ നമുക്ക് ചെയ്യുക എന്നുള്ളത്, നമ്മൾ എലക്ഷന് വേണ്ടി ചെയ്യുന്ന മുഖം നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും സഞ്ചരിക്കണം, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവർക്കും പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല. മാഡം, ഇലക്ഷന് നിൽക്കുന്ന വാർഡിലെ മാലിന്യവും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അത് ഇവിടെ നിന്നല്ല, നമ്മുടെ ഒരു കേരളം ഒട്ടാകെ വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ 4 ചുറ്റിനും വെള്ളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കുടിവെള്ളം പ്രശ്നം അനുഭവിക്കുന്നത് നമ്മളെ സിറ്റി പോലുള്ള പ്രദേശത്താണ്. നമ്മുടെ തീരദേശത്താണെങ്കിൽ നമുക്കവിടെ കിണർ കുത്താൻ പറ്റത്തില്ല. അത് ഭയങ്കര അപ്രാപ്യമായ ഒരു കാര്യമാണ്. കിണർ കുത്താനേ കഴിയത്തില്ല. കുപ്പിവെള്ളങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക, അത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്കത് ഉപയോഗ രീതികൾ വലിയവർക്ക് പറ്റുന്നില്ല, അപ്പൊ പൊടി കുഞ്ഞുങ്ങൾക്ക് അത് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്കവിടെ, വെള്ളത്തിന്റെ പ്രശ്നം. അത് പരിഹരിക്കുന്നതിനുള്ള നമ്മളെ HNC ഒരു വലിയൊരു ടാങ്ക് ഉണ്ട്. എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയത്തില്ല. HNC വെള്ള സംഭരണി എന്ന് പറഞ്ഞിട്ടൊരു ടാങ്ക് ഉണ്ട്. അപ്പൊ ആ ടാങ്കിൽ നിന്നാണ് പലപ്പോഴും വെള്ളം കൊടുക്കുകയും, അതായത് വെള്ളം ഇല്ലാത്ത സമയങ്ങളിൽ, ഏറ്റവും പ്രശ്നമായ സമയങ്ങളിൽ അങ്ങനെ വെള്ളം കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഏറെക്കുറെ അറ്റകുറ്റപ്പണികളും പ്രശ്നങ്ങളും ആയിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അത് വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ മുന്നോട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്കാണ് പോകുന്നത്. ഞാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയും. അതിപ്പോ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴായിരിക്കും ഇപ്പം വെള്ളം വരുന്നത്. പക്ഷെ അങ്ങനല്ല, 24 മണിക്കൂർ നമുക്ക് വെള്ളം കിട്ടത്തക്ക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി അടുത്തിടെ തന്നെ, ഇപ്പൊ തന്നെ ഉടൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേപ്പറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നീങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇടതുപക്ഷം പോകുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ വികസനത്തിന്റെ വലിയൊരു ഭാഗമാണത് ഞാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ യുവജനങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നു. നമ്മുടെ നാട്ടിൽ നിൽക്കാതെ ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക. അപ്പൊ ആ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മുടെ മാഡം ഇലക്ഷന് നിൽക്കുന്ന വാർഡിലും അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയുടെ കാരണം എന്താണെന്നാണ് തോന്നുന്നത്?
നമ്മുടെ കൊല്ലം പട്ടണത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഉദയമാർത്താണ്ഡപുരം. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ബിസിനസിന്റെ ഒരു മേഖലയാണ്. വാണിജ്യങ്ങൾ വരികയും പോവുകയും കച്ചവടങ്ങളുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണത്. ഏറ്റവും കൂടുതൽ ബിസിനസ് മേഖലകൾ കിടക്കുന്ന സ്ഥലങ്ങളാണ്. വേണ്ട തരത്തിൽ അത് ഉപയോഗപ്രദമാക്കിയിരുന്നില്ല. പക്ഷെ എന്നാൽ കൊല്ലം കോർപ്പറേഷന്റെ വികസന ഭാഗമായിട്ട് ഒരുപാട് വികസനങ്ങൾ നമ്മളെ വന്നിട്ട് ചെറുകിട സ്ഥാപനങ്ങളുണ്ട്, ഓൺലൈൻ ബിസിനസ്സുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊല്ലം തുമ്പറയില് മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ? തുമ്പറയില് ഇല്ല. അപ്പൊ അതൊന്ന് കാണണം കേട്ടോ. ഒന്ന് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് കൊല്ലം തുമ്പറയിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 13 മുറി കടയാണ്. ഹൈടെക് മാർക്കറ്റാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒരു വലിയൊരു പോയിന്റ് ആട്ടോ അത്. ആ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വന്നിരുന്നു, അച്ഛനെ കണ്ടു. നമുക്ക് ഏറ്റവും സുബലമായ രീതിയിൽ മീൻ വിൽക്കുവാനും വാങ്ങുവാനും പറ്റുന്ന നല്ല കുറെ ടീമിനെ നമുക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹം പറഞ്ഞു. കാരണം അവിടെ മത്സ്യം മാംസവും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ശുദ്ധമായ മത്സ്യം വിൽക്കുന്ന പ്രദേശമായിരിക്കണം. അതിന് ഒരു ബിസിനസ് രീതിയിൽ തന്നെ അത് പോവുകയും വേണം. മറ്റുള്ളവരിൽ എത്തുമ്പോൾ അവർക്കും അത് പ്രയോജനമാവണം, ഈ കച്ചവടക്കാർക്കും അത് ഉപയോഗപ്രദമാവണം. അതുമല്ല, അവിടുത്തെ ഈ 13 മുറി കടയിൽ അവരുടെ കട ഉടമകൾക്ക് സാധന സാമഗ്രികൾ വെക്കാനുള്ള സൗകര്യങ്ങള്, ബാത്റൂം സൗകര്യം ഉൾപ്പെടെ ലേഡീസിനും ജെന്റ്സിനും, അത് എത്ര മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടാവുമോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളിടത്ത് അത്ര നല്ല വൃത്തിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. മേയർ കല്ലിടുകയും ഹണി ബെഞ്ചമിൻ, ഇപ്പോഴത്തെ മേയറായിരുന്ന ഹണി ബെഞ്ചമിൻ, അവരുടെ ഒരു സാന്നിധ്യത്തിലാണത് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സജി സോമൻ സഖാവാണ് അതിൻ്റെ മുന്നിട്ട് ഇറങ്ങിയതും ഒക്കെ. കച്ചവടവുമായി ബന്ധപ്പെട്ട് അവർക്ക് മീറ്റും ആയാലും മീനായാലും വാങ്ങിക്കാനും വിൽക്കാനും പറ്റുന്ന ഒരു സൗകര്യം, ഹൈടെക് രീതിയിലുള്ള ഒരു സൗകര്യമാണ് അവിടെ ചെയ്തിട്ടിരിക്കുന്നത്. ക്യാമറ വെച്ചിട്ടുണ്ട്, ഫുൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാം വൺ സെറ്റപ്പോട് തന്നെയാണ് നമ്മൾ മാർക്കറ്റ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പം അതിന് ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. ഇനി അത് നമ്മുടെ മറ്റ് ആൾക്കാരിലേക്ക്, അതെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും അത് ഉപയോഗിക്കാനുള്ള ശ്രമത്തിലേക്കാണ്. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അതിന്റെ കാര്യങ്ങൾ നടക്കും. പിന്നെ അതിനകത്ത് വരുന്ന നല്ല കിണറുണ്ട്, ശുദ്ധമായ വെള്ളം വരുന്ന കിണറുണ്ട്, വേസ്റ്റുകൾ സംഭരിക്കാനുള്ള സംഭരണികളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു മാർക്കറ്റാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഭാഗമാണത്. പിന്നെ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പം അതിനകത്ത് പറയുന്നത് വെച്ചാൽ, ഞാനിപ്പം മിക്ക വീടുകളിൽ ചെല്ലുമ്പം ടേബിളിന്റെ മുകളിൽ അവനവൻ സ്വന്തമായി ചെയ്ത പ്രിന്റിങ് ആണെങ്കിലും കേരള സാരീസ് ആണെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചുകൊണ്ട് അവര് അതിന് ഭയങ്കര ഡെവലപ്പായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് അറിയാം? അതിനെക്കുറിച്ച് അറിയത്തില്ല. അവയർനെസ് ആണ് അതിനെക്കുറിച്ച്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു IT പാർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് പാർക്ക് എന്ന് തന്നെയാണ് അതിന്റെ പേര് നമ്മൾ ഇടുന്നത്. അപ്പൊ അവിടെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ ഒരു കഫറ്റേരിയ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഓഡിറ്റോറിയം. ഇത് ഇത്രയും കൂടെ ചേർന്നൊരു സമുച്ചയം 2 കോടി രൂപയ്ക്ക് നമ്മളിപ്പോൾ ഉടൻ തന്നെ അതിന്റെ ജനുവരിയോടെ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് കല്ലിടിയിലും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. നമ്മൾ വരുവാണ്, നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായില്ല, നമ്മൾ വരുവാണ്. ഓരോ സാഹചര്യങ്ങൾ അറിഞ്ഞല്ലേ നമ്മൾ വരണ്ടേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ വിദ്യാഭ്യാസം, അത് വലിയൊരു ഘടകമാണ്. ആ വിദ്യാഭ്യാസം, നമ്മളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എത്രയാണോ എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ തരത്തിലേക്ക് നിൽക്കുകയും നമ്മൾ ഇവിടെ തന്നെ നിൽക്കും, ആ നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കും. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ വളരെ ഒരു ഉയർച്ചയാണ് ശരിക്കും പുറത്തോട്ട് പോകാനുള്ളൊരു വഴി. അത് ആരും ശ്രദ്ധിക്കുന്നില്ല. നല്ലൊരു സ്ഥായിയായ ഒരു വിദ്യാഭ്യാസം നമ്മളുടെ കേരളത്തിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരിവിടെ തന്നെ നിൽക്കും. നമുക്ക് പുറത്തുനിന്നുള്ള സാമ്പത്തികം നമ്മുടെ മണ്ണിലേക്ക് എത്തത്തില്ല. ഏറ്റവും കൂടുതൽ പുറത്തുനിന്നാണ് നമ്മൾക്ക് സമ്പാദ്യങ്ങൾ എത്തുന്നത്, അല്ലേ? കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ വിദേശികൾ ഉള്ളത്. വിദേശത്ത് സ്ഥാപനങ്ങളിൽ നിന്ന് സ്വന്തമായി നടത്തുന്നവരും മറ്റു രീതിയിൽ ജോലി ചെയ്യുന്നവരും എല്ലാം കൊല്ലക്കാരാണ്, ഏറ്റവും കൂടുതൽ കൊല്ലക്കാരാണ്. അതിന്റെ പട്ടിക എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിദേശ നാണ്യം കൊണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിലെ മക്കൾ തന്നെയല്ലേ. അതൊരു വലിയൊരു അസറ്റ് അല്ലേ. അതിനൊരിക്കലും നമുക്ക് മോശം പറയാൻ പറ്റത്തില്ല, ഒരു പരിധി വരെ, അല്ലേ? നമ്മുടെ നാടിനെ വളർത്തുന്നതിന്റെ ഒരു നല്ലൊരു മൂല്യമാണ് അവരുടെ സമയം അന്യ രാജ്യത്ത് കൊടുത്തിട്ട് നമുക്കത് മൂല്യമായി വിലയായി നമ്മുടെ രാജ്യത്തിന് നിലനിർത്തുന്നത്. അപ്പൊ അതൊരു അസറ്റാണ്. അതിനെ നമുക്ക് ഭാഗികമായി ഒഴിച്ചു മാറ്റാൻ കഴിയില്ല.
അതുപോലെ തന്നെയാണ് നമുക്കൊരു ഉള്ളുകൊണ്ടൊരു വിഷമമുണ്ട്. മിക്ക വീടുകളും ചെല്ലുമ്പം അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ കാണത്തുള്ളൂ. അവിടെ മക്കളൊക്കെ വിദേശത്താണ്. അപ്പൊ അവരോടൊന്ന് മിണ്ടി പറയാനോ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണ്. നമ്മുടെ ബിസിനസ്സുകൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ നാട് വളരുന്നതിനോടൊപ്പം ഈ പുറത്തേക്കുള്ള പോക്കിന്റെ ഒഴുക്ക് ഏറെക്കുറെ കുറെ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ അധികം പോവാറില്ല. എല്ലാ UK US ആ ഒരു പോക്കും നമ്മുടെ ബിസിനസ്, നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ കൊല്ലത്തിന്റെ സമഗ്രമായ വികസനം വരുന്നതിനോടൊപ്പം ബിസിനസ് വളരുമ്പോൾ നമ്മളോടൊപ്പം അവർ നിൽക്കും എന്ന് തന്നെയാണ് അടിയുറച്ച വിശ്വാസമാണ്. വിശ്വാസമല്ല, അത് തന്നെ നിലനിൽക്കും. അങ്ങനെ തന്നെയല്ലേ ദുബായ്, സൗദി ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും ഇപ്പം അധികാരം പോവാറില്ല. UK USA അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇപ്പൊ പോവാൻ താല്പര്യപ്പെടുന്നതും പിള്ളേർ പഠിക്കുന്നതും ഒക്കെ. നമുക്കതിന്റെ ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. വിദേശത്തുള്ളവര് നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കുന്നു. അത് എത്ര പേർക്കറിയാം? അറിയത്തില്ല. അറേബ്യൻ കൺട്രീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങൾക്ക് ഇന്ന ഇത് കോഴ്സ് പഠിക്കണം, ഇന്ന യൂണിവേഴ്സിറ്റി പഠിക്കണം. അവർ റിക്വസ്റ്റ് ചെയ്യുവാണ് നമ്മളോട്. അതാരും അറിയുന്നില്ല. നമ്മൾ പോകുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ നമുക്കതിലുള്ള പ്രതിഫലങ്ങൾ നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ നമ്മൾ അറിയുന്നില്ല. അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അല്ല. കാലം മാറി. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങളും മാറുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ മെയിനായിട്ട് അടിസ്ഥാന വിദ്യാഭ്യാസം കേരളത്തിൽ കൃത്യമായി നൽകിയത് കൊണ്ടാണ് പുറത്തോട്ട് പോകാൻ ഏതൊരു കുട്ടിക്കും സാധിക്കുന്നത്. അപ്പോൾ ഓക്കെ, അതിനൊരു നമുക്കൊരു നല്ലൊരു മറുപടിയാണ് മാഡം തന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് മയക്കുമരുന്ന്. അപ്പോൾ അതിനെതിരെ എന്ത് പ്രായോഗിക നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും? ബോധവൽക്കരണ ക്ലാസ്സുകളെ മാറ്റി നിർത്തി എന്തൊക്കെ പ്രായോഗിക നടപടികൾ മാഡത്തിന് സ്വീകരിക്കാനായിട്ട് സാധിക്കും? അത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുകയും കാണുകയും അടുത്തറിയുകയും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയെ ഒരു 10 മിനിറ്റിനുള്ളിൽ വ്യക്തിത്വം തന്നെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കണ്ടുവരിക. ഒരിക്കലും അത് നമുക്ക് ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. നമ്മളിപ്പോ ഒരു കുട്ടി, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുവാണേ, ഇപ്പൊ ഒരു കുട്ടി സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. നമ്മള് എന്ത് സമാധാനത്തോട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും? ഒരിക്കലും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഒരു അമ്മയും അച്ഛനും നിൽക്കുന്നത്. അതിപ്പം ഏത് സാഹചര്യത്തിൽ വളരുന്ന കുട്ടിയാണെങ്കിലും അവന്റെ വീട്ടിലുള്ള സാഹചര്യങ്ങൾക്കപ്പുറം പുറത്തേക്ക് പോകുമ്പോൾ അവനിലൂടെ പോകുന്നത് മറ്റൊരു രീതിയാണ്. അതിന് നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റത്തില്ല. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമല്ല. അത് വലിയ രാജ്യാന്തരീയ വലിയ പ്രശ്നമാണത്. നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറിനേക്കാളും വലിയ വിപത്തെന്ന് തന്നെ പറയാം. ആ ഒരു വൻ തലമുറയെ നശിപ്പിക്കുകയാണ്. ഇപ്പൊ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നു, പരസ്പരം യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ, പാകിസ്ഥാൻ അങ്ങനെ യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നേരിട്ടുള്ള യുദ്ധങ്ങളാണ്. ഒരിക്കലും എന്താ പറയാ, നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു യുദ്ധം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, നിസ്സാരമേ അല്ല. പുതിയ തലമുറയെ നശിപ്പിക്കുന്ന വലിയ വിപത്ത് തന്നെയാണിത്. ഇതിന് നമ്മൾ ഒരു പരിധിവരെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിനുള്ള ക്യാമ്പയിനുകൾ ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ലാത്തൊരു രീതി നമുക്ക് ഇപ്പോഴത്തെ ഒരു നിയമം അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു, ഒരുപാട് കഴിഞ്ഞു. കാരണം വെച്ചാൽ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി അവർക്കറിയാം, നിശ്ചിത ക്വാണ്ടിറ്റി കയ്യിലിരുന്നാൽ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇറങ്ങും. അപ്പൊ അവർക്ക് അത്രയും കയ്യിൽ വെച്ചിരുന്നാൽ മതി. അവര് വെച്ചിരുന്നു. അത് പോലീസ് സ്റ്റേഷനിലെ പോലീസുമായി ബന്ധപ്പെട്ട് അവര് പിടിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ ഇറങ്ങാൻ അവർക്കറിയാം പഴുത്. അപ്പൊ അത്രയും നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നുള്ളൊരു ബോധം അവർക്ക് വന്നു കഴിഞ്ഞു. ആ ബോധം അവരെത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ പാകിസ്ഥാന് ഒരു ചാരസംഘടന ഉള്ളതുപോലെ തന്നെയല്ലേ നമുക്ക് ഇവിടെയും ഇതിനൊരു ചാരസംഘടനകള് പല വേരുകൾ ഉറപ്പിച്ചിട്ടില്ലേ? അപ്പൊ ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവരെ ഈ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ അത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും അവരെ എന്താ പറയാ കൊണ്ടുവന്ന് ജയിലിൽ ഇടുകയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് മാറ്റില്ല. അവരെ ഒരു രോഗിയായി കണക്കാക്കിക്കൊണ്ട്, ഇപ്പൊ മദ്യം കിട്ടാത്ത ഒരാൾക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ കൈയും കാലും വിറയ്ക്കും, അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ലേ? അപ്പൊ അയാൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അഡീഷണൽ സെന്ററിൽ കൊണ്ടുപോയി അതിനെ മാറ്റം വരുത്തി അതിനെ പൊതുജീവിതത്തിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പോലെ ഈ കുഞ്ഞിന്റെ ഭാവിയെ ദോഷം ചെയ്യാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുഞ്ഞിനെ നമുക്ക് എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റും? പക്ഷെ എന്നാൽ ഇതിൽ നിന്നും വേരോടെ ആ കുഞ്ഞ് മാറിയും വേണം, സാഹചര്യങ്ങൾ മാറണം. ഇങ്ങനെയുള്ള ഒരു വലിയ വിപത്തിനെ നമുക്ക് നിസ്സാരവൽക്കരിക്കാനേ കഴിയത്തില്ല. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഒപ്പമുണ്ട്. അതിനോടൊപ്പം ഒരു
10 പേര് കൂടി നിൽക്കുന്നതോ ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, അതിനപ്പുറമാണ് കാര്യങ്ങൾ അല്ലേ? പൊതുവെ നിങ്ങളായാലും ഞാനായാലും നവമാധ്യമങ്ങള്, സിനിമകള് ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. സിനിമ, സീരിയല്, അതാണ് ഈ എഴുത്തുകാര്, അവരൊന്നും അങ്ങനെ അല്ല. പക്ഷെ അവരെ പുറത്ത് ചിത്രീകരിക്കുന്ന എന്താണ്, ഇത്ര രീതിയിൽ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ അങ്ങനെ നമ്മൾ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? അതൊന്നും അല്ല സത്യമെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവാൻ വളരെ ശ്രമിക്കേണ്ടത് നമ്മുടെ സമൂഹം തന്നെയാണ്. ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് ദോഷമല്ലാത്ത രീതിയിൽ മാറ്റാൻ കഴിയത്തുള്ളൂ. ഒരു നിമിഷം കൊണ്ടുവന്ന് ഇതുകൊണ്ടെന്ന് ഇന്ന ക്യാമ്പയിൻ ചെയ്താൽ ഇത് മാറും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല. അത് അടിവേരോടെ മാറ്റേണ്ട കാര്യമാണ്. അത് അടിസ്ഥാനപരമായി കണ്ട് അതിന് വേണ്ട ക്യാമ്പയിനുകളോടൊപ്പം ഈ നിയമത്തിന് മാറ്റം വരുത്തിക്കൊണ്ട്, നിയമത്തിനെ വലിയ രീതിയിലുള്ള പരിഷ്കാര നിയമം മാറ്റിക്കൊണ്ട് വേണം. ഇപ്പൊ ഒരു തീവ്രവാദി എന്താ ചെയ്യുന്നത്, അയാൾക്ക് ഏത് ആക്ടാണോ നമ്മൾ കൊടുക്കുന്നത് അതേ ആക്ടാണ് ഇത് വിൽക്കുന്നവന് നമ്മൾ കൊടുക്കേണ്ടത്. അയാൾ ആ രീതി തന്നെയാണ് കാണേണ്ടത്. ഒരു സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെ അല്ലേ, അവരുടെ നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ടവരെയല്ലേ ഇവര് നശിപ്പിക്കുന്നത്. അപ്പൊ ആ നാശത്തിനെ നമ്മൾ അടിത്തറ ഇടുകയാണ് വേണ്ടത്, അവിടെ തടയിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും സമയം, വിലയേറിയ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച മേഡത്തിന് ഒത്തിരി നന്ദി. ഇലക്ഷന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു.